വന്നിടിയാട്ടാ, വൻ ക്രൗഡാണ് ഇവിടെ. ഡേ 2 ഇൻ തഞ്ചാവൂർ. നമ്മളങ്ങനെ രാവിലെ തന്നെ സമയം 5:45 നമ്മൾ ബൃഹദീശ്വര ടെമ്പിളിലേക്ക് പോവുകയാണ്. ഇന്നലെ രാത്രി നമ്മളിവിടെ ആയിരുന്നു ഉണ്ടായത്. ഇനി രാവിലെയാണല്ലോ നട തുറക്കുന്നത്. കുറച്ചുകൂടി ഭംഗിയിൽ കാണുന്നതൊക്കെ രാവിലെ ആയിരിക്കും. ഓരോ സ്ഥലങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ രാവിലെ തന്നെ വിസിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അധികം ക്രൗഡ് ഉണ്ടാവില്ല. പിന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. തുറന്നിട്ടുണ്ടെന്നറിയില്ല, നമ്മളങ്ങോട്ട് പോവുകയാണ്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് കയറണം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ എന്തായാലും ഗേറ്റിനവിടെ എത്തട്ടെ, എന്നിട്ട് വരാം. കൃത്യം 6 മണിക്കാണ് നമ്മുടെ ടെമ്പിളിൻ്റെ ഗേറ്റ് തുറക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നമുക്ക് വീഡിയോക്കുള്ള പെർമിഷൻ ഉണ്ടായില്ല. എന്നാൽ പോലും നമ്മൾ അത്യാവശ്യം കവർ ചെയ്യാനുള്ളതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി കണ്ട സ്ഥലമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. രാവിലെ ആയപ്പോൾ ഇതെനിക്ക് വേറൊരു സ്ഥലമായിട്ട് തന്നെ തോന്നണം. കാരണം അത്രയും വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത ഓരോ കല്ലിലും, ഓരോ പില്ലറിലും, ഓരോ കോണിലും, ഓരോ മൂലക്കയും നല്ല രീതിയിൽ കൊത്തുപടികൾ ചെയ്തു വച്ചിട്ടുണ്ട്. അതിങ്ങനെ സൂക്ഷ്മമായിട്ടും നമ്മൾ നിരീക്ഷിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്, എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അത്യാവശ്യം കവരാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് മറ്റേ വലിയ നന്ദി എന്ന് പറയുന്ന നന്ദി, അറിയാലോ അത്. ചുറ്റിനും ഒരുപാട് മയിലുകളുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഒരു പീലി വിടർത്തിയ മയിലിനെ കാണുന്നത്. തഞ്ചാവൂർ സീരീസിലെ ആദ്യത്തെ ഫുഡ് വ്ലോഗിങ് ഡേ. ഗൈസ്, ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. പൂരിയുണ്ട്, ദോശ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓരോന്നായിട്ട് വരുന്നുണ്ട്. പൂരിയുണ്ട്, പിന്നെ ഇതെന്താ പൊങ്കലാ? പൊങ്കൽ, വട, പിന്നെ ചമ്മന്തി. അല്ലാണോ? എങ്ങനെയുണ്ട്? പൂരിയല്ലേ? ഗൈസ്, അങ്ങനെ നെയ്റോസ്റ്റും വന്നു. പക്ഷെ ഇവിടെ ചായ ഇല്ല എന്നാണ് പറയുന്നത്. ചായ കുടിക്കാനായിരുന്നു. ഇന്ന് രാവിലെയും ചായ കിട്ടിയില്ല. ചേട്ടാ, ചട്നി മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു പീസ് എടുക്കുന്നു, എന്നിട്ട് മിക്സ് പണ്ണുന്നു എല്ലാത്തിനും. രസമുണ്ടോ? ഗൈസ്, നമുക്ക് ഓട്ടോ കിട്ടി. 9:15 ഷോ. അപ്പൊ അത് വന്ന് അങ്ങനെ തിയേറ്റർ വന്നിരിക്കുന്നു. മുട്ടനിടി. അതാരാണത്? സൗബിന്റെ ഡ്യൂപ്പ. ഒരു ടിക്കറ്റ് വരില്ല. എടാ, ഒരുമിച്ചാ വൻ ക്രൗഡ്. എടാ, യുദ്ധമാണല്ലേ. ഓ, ലിഫ്റ്റാ? എന്തിനാണ് ആ സ്റ്റെപ്പ് ഉണ്ടല്ല? വൻ സീനട്ടാ. അയ്യോ, ഞാൻ കേറാൻ വെറുതെ. ഓക്കെ ഗൈസ്, ഗൈസ്, നമ്മുടെ വഴി തെറ്റിപ്പോയി. ഇവിടെ നമ്മൾ താഴത്തേക്ക് പോവുകയാണ്. വെറുതെ അവരും ഇറങ്ങിപ്പോയ. വൻ ക്രൗഡാണ്. അവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇതൊരു അടിപൊളി തിയേറ്റർ കേട്ടോ. പുതിയ തിയേറ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുന്ന തിയേറ്റർ. എന്തായാലും പടം കണ്ടിട്ട് വരാം. പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ റിവ്യൂ ഇടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കാണണം. ഓക്കെ, എന്തായാലും പടം കണ്ടു കഴിഞ്ഞിട്ട് വരാം. ഇവിടെ എന്തായാലും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവും. അതും കൂടി കാണാം, അതും കൂടി കാണിച്ചു തരാം. ഓക്കെ, ബൈ, ചേട്ടാ.
ഗൈസ് പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ നിന്ന് അത്യാവശ്യം പോകാനുള്ളത് കാരണം കോഴി തൊണ്ടയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും കണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇത് നിങ്ങൾ കാണുമ്പോഴേക്കും പടം ഇറങ്ങിയിട്ട് 5ാമത്തെ ദിവസമായിരിക്കും നിങ്ങളിത് കാണണ്ടേ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ തിയേറ്ററിന് പുറത്തിറങ്ങിയിട്ട് വരാം. വൻ തിരക്കാണ് ഇന്നത്തെ ദിവസം. ഇവിടെ 3 സ്ക്രീൻ എങ്ങാണ്ട് പടമുണ്ട്. അതായിരുന്നു നല്ല തിരക്ക്. വാങ്ങോ വണ്ടിടിയാട്ടാ. വൻ ക്രൗഡാണ് ഇവിടെ. ഭയങ്കര ക്രൗഡാ. എല്ലാരും ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കടത്തി വിട്ടതിനെ തുടർന്നാണ് ഇത്രയും വെച്ചുണ്ടാക്കുന്നത്. വണ്ടിയിലാണ് ഗൈസ്. കുഞ്ഞു വണ്ടി. ഓട്ടോ റൈഡ്. ഹലോ ഗൈസ്, അങ്ങനെ റൂമെത്തി. ഇനി ഞാൻ റൂമിൽ പോയി ഫ്രഷായി. വൈകുന്നേരം നമ്മൾ വീണ്ടും ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ വരാം ഗൈസ്. കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ബൈ, ഗുഡ് ബൈ. വേണ്ട നീ എൻ്റെ പ്രേക്ഷകർക്ക് ഒന്നും ഇഷ്ടാവില്ല. ഓക്കെ. 5 പേരെങ്കിലും കാണുന്നത്. ബൈ. സമയം ഇപ്പോൾ 6:30 നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയി ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നാളെ രാവിലെ വീണ്ടും പോയി അമ്പലത്തിലോട്ട് പോയി വീണ്ടും ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്യാവശ്യം കവർ ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്തായാലും കുറച്ച് നടന്നു നോക്കാം. എന്തെങ്കിലുമൊക്കെ വല്ല പോയിന്റുകളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. ഓക്കെ, ബൈ. ഗൈസ്, ഞങ്ങൾ തഞ്ചാവൂർ വരുമ്പോൾ എന്ത് സ്ഥലം മറന്നു പോകരുത്. ഒരു ചെറിയ സ്ഥലം എന്താ, പക്ഷേ നല്ലൊരു സ്ഥലം. ഹിഡൻ പ്ലേസ് ആണ് ഇവിടെ. ഇവിടെ ആളുകളൊക്കെ വൈകുന്നേരം രാവിലെ നടക്കാൻ വന്ന സ്ഥലമാണിത്. ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ഇത് 2ാമത്തെ റൗണ്ടാണ് നടക്കുന്നത്. അവിടെ നോക്കിയാൽ കാണാം, അവിടെ അവിടെയും വരെ വെള്ളം കയറിണ്ടായി. എന്നിട്ട് ഇത്ര വെള്ളം ഇറങ്ങിപ്പോയി. ചിലപ്പിക്കൊന്നും നല്ല മഴയത്തൊക്കെ നല്ല വെള്ളമുള്ള കുളമാണിത്. വെള്ളം തടാകമുള്ളൂ, കെട്ടിക്കിടക്കുന്ന വെള്ളം. ഇവിടെ കുളമാണല്ലോ. ഞാനിടൂട്ടാ. നിങ്ങളൊരുപാട് പേര് തഞ്ചാവൂർ വന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഈ സ്പോട്ട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു കേസ്. ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ വരുന്നവരെന്തായാലും ഇവിടെയും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെയോ അല്ലെങ്കിൽ ഒരു 4 മണി ആ ടൈമിൽ വരാൻ നോക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല ലൈറ്റിൽ ഈ സ്ഥലം കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് നാളെ ഇവിടെ ഡാൻസ് കളിച്ചാലാ? അമ്പലത്തിൽ പോയിട്ട് ഇവിടെ ഡാൻസ് കളിക്കാം. അവിടെയാണ് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇല്ല ഈ കാണുന്ന കുളത്തിലേക്ക് വരാൻ. ഓക്കെ, ഇവിടെ വരാൻ ശ്രമിക്കുക. ഇതാണ് ഇതിൻ്റെ പേര്. ഇപ്പം ഗൈസ് നടന്ന് നമുക്കൊരു ചായക്കട കിട്ടിയിട്ടുണ്ട്. 3 കോഫി. എനിക്ക് ചായ, അവർക്ക് കാപ്പി. അവർ കാപ്പി കുടിക്കുന്നു. ആഹാ, മണാലിയിലോ വാരണാസിയിലോ കണ്ട് പിടിച്ച ചായ. ഇഞ്ചി കുത്തക്കില്ല. ഗൈസ്, ഞങ്ങളിവിടെ നിന്ന് സ്വീറ്റ്സ് കുറച്ച് വാങ്ങിച്ച് ഇത് വാങ്ങി, അത് വാങ്ങി, ലഡു വാങ്ങി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കോൺ വാങ്ങിക്കാൻ പോവുകയാണ്. അവിടെ ഉണ്ടായില്ല. ഓക്കെ, ഇനി കോൺ തപ്പിയിട്ട് വരാം. വെജിറ്റേറിയൻ ഹോട്ടൽ കാണാം. നടന്നു പോകുന്ന ചേട്ടൻ ഹോട്ടലിലേക്ക്. അതാണ് നമ്മുടെ വലിയ കോവിൽ ടെമ്പിൾ. അവിടെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കാണുന്നത് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. ഇവിടെ 2 ഉണ്ട്. ഞാൻ ഇന്നലെ കഴിച്ച സ്ഥലം അതും. ഇവിടെ ചെറിയ ടെമ്പിൾ കാണാം. ഞാൻ എന്തൊക്കെ രീതിയിലുള്ള ഒരു
അപ്ഡേഷൻസ് ആണ് വ്ലോഗിൽ കൊണ്ടുവരണ്ടേ എന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റിനകത്ത് ഞാൻ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. എന്തൊക്കെ ചേഞ്ചിനാ കൊണ്ടുവരണമെന്ന് നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, കവാടം കണ്ട് ആ കവാടത്തിനുള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കയറുകയാണ്. ഉത്സവമല്ല എനിക്ക് തോന്നണേ, എടാ പാർക്കാണോ? പിന്നെ മുകളിൽ മയിലുണ്ട്. വവ്വാല് വന്നപ്പോൾ മയിലിടുന്ന് കരഞ്ഞിറന്ന് ഇപ്പൊ പോയി. ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളിവിടെ വരുന്നവർ അങ്ങനെ ഈ പാർക്കിൽ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതേ പാർക്കാ ഗൈസ്. അങ്ങനെ കോവിലിനടുത്തുള്ള വലിയ കോവിലിനടുത്തുള്ള പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കയറി വരുമ്പോൾ കുട്ടികൾക്ക് കറങ്ങാനുള്ളൊരു കളിപ്പട്ടമാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് റൈഡുകളുണ്ട്. അത്യാവശ്യം ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട്. നല്ല മരങ്ങളുണ്ട്. ഈ മരത്തിൻ്റെ ഓരോ മരത്തിലും ഹൈലുകളുണ്ട്. അത് ഇപ്പോൾ രാത്രി കാരണം കാണാൻ പറ്റില്ല. നമുക്കതിനകത്ത് കയറി നോക്കാം. അതിനകത്ത് നമുക്ക് അലോഡ് ആണെങ്കിൽ നമുക്കതിനകത്ത് കയറാം. ആ സമയത്തിനകത്ത് അലോഡ് അല്ലായിരിക്കും, എന്നാലും നോക്കാം നമുക്ക്. ഇല്ലടാ, ചെറിയ പിള്ളേർക്കാന്നുള്ളത്. ഇപ്പം കയറിയേക്കുന്നത് ചെറിയ പിള്ളേണോ? അതെ അല്ലേ. ഇതൊക്കെ നമ്മുടെ അവിടെ കൊണ്ടുതന്നെ കേട്ടോ. നമ്മുടെ അവിടെ ഇതൊന്നും ഇല്ല. ഓടാ ഇവിടെ കോവിലിൽ നോക്കി. ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോവിൽ ഇവിടെ കാണാൻ പറ്റും. നിങ്ങളിവിടെ നേരത്തേക്ക് വരാണെങ്കിൽ നല്ല രീതിയിലൂടെ കോവിലിൻ്റെ ഇവിടെ നിന്ന് ഭംഗി ആസ്വദിക്കാം. ഇതായിരിക്കുന്ന മയിലിൻ്റെ വാല കണ്ടോ. രാവിലെ അല്ല വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് ഇത് കാണാൻ കഴിയും സുഹൃത്തുക്കളെ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പെപ്സിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. ഇവരിത് ക്ലീനാക്കാനുണ്ടോ? അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറിയില്ല. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ വെള്ളം കയറി ലോക്കഡായി. അവരത് തുറന്നിട്ടേക്കാം. എന്താ വീണ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ടേക്കുന്ന മരങ്ങളാണ് ഈ കാണുന്നത്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് വീണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ അത് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ കണ്ടില്ലേ, അത് ആ ഷേപ്പിലേക്ക് എത്തിക്കണത്. മയിൽ കരയുണ്ട്. ഈ തെങ്ങിൻ്റെ മുകളിലൊരു മയിലിരിക്കണ്ടേ. ഇതായിരിക്കുന്ന ഒരു മയില കണ്ടോ. ആ മരത്തിൻ്റെ മുകളിൽ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ആ മയിലും ഈ മയിലും കൂടി കണക്ഷൻ പിടിച്ചതാ. നമ്മുടെ കേൽ വണ്ടി കാണുമ്പോൾ ഒരു മനസ്സുഖം കേട്ടോ. അതെന്താണെന്നറിയില്ല. അതിപ്പോൾ അത്ര ലോങ് പോയാലും അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയാലും കേൽവണ്ടി മൊത്തം കേൽവണ്ടി. വൈകുന്നേരം നേരത്താണ് ഇവിടെ ഇങ്ങനത്തുള്ള പച്ചക്കറി കടകളൊക്കെ കാണുന്നത്. പാവക്കൊക്കെ ഉണ്ടാവും, കുഞ്ഞു പാവക്ക, ചെറിയ പാവക്ക. ഗായ്സ്, നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കടയിൽ വന്നിരിക്കുകയാണ്. ഞാനൊരു ഗ്രേപ്പ് ജ്യൂസ് പറഞ്ഞു, ഇവർ മാംഗോ ജ്യൂസ് പറഞ്ഞു. ഞാനത് ഫ്രണ്ട് ക്യാമ്പിൽ വെച്ച് വീഡിയോ എടുക്കണം. ഇതെങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. എൻ്റെ ജ്യൂസ് പറഞ്ഞു ഗൈസ്. ഞാൻ മുന്തിരി ജ്യൂസാണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അയ്യോ ഏസ്, അങ്ങനെ നമ്മളങ്ങനെ റൂമെത്തിയേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നാളെ അപ്ലോഡ് പണ്ണാം. ഓക്കെ, ബൈ, ഗുഡ് ബൈ, ടാറ്റാ.